ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. കാരണം മലേഷ്യയിൽ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണെന്ന്. അപ്പോൾ കുറേ സ്ഥലത്തേക്ക് പോകണം, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് കുളിച്ച് റെഡിയായി ഞങ്ങൾ നേരെ ഇപ്പോൾ പോകുന്നത് അമ്പലത്തിലേക്കാണ്. അതും ഇത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ബാട്ടു കേവ്സിലാണ്. അപ്പോൾ ബാട്ടു കേവ്സ് ഒരു മുരുകൻ്റെ അമ്പലമാണ്. അപ്പോൾ ദേ കാണുന്ന ആ ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ബാട്ടു കേവ്സ് ഒരു ലൈം സ്റ്റോൺ കൊണ്ട് അങ്ങനെ ഉണ്ടായ ഒരു കേവാണിത് മുകളിലായിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അമ്പലം, മുരുകൻ്റെ അമ്പലം, അതിൻ്റെ ഉള്ളിൽ പൂജകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ബാട്ടു കേവ്സിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയും, വലിയൊരു മുരുകൻ്റെ ഒരു പ്രതിമ അവിടെ അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ കുറേ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം നമുക്കവിടെ മേലെ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്താനായിട്ട്. അപ്പോൾ അവിടെ കുറേ ടൂറിസ്റ്റുകളുണ്ട്. അപ്പോൾ അവിടെ ദൂരെ കാണുന്ന കളറായിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് സ്റ്റെപ്സ്. അപ്പോൾ ആ സ്റ്റെപ്സ് എല്ലാം കയറിയിട്ട് വേണം നമുക്ക് മേലെ എത്താൻ. മൊത്തം 272 സ്റ്റെപ്സാണ് ഉള്ളത്. അതും കുറച്ച് കുത്തനെയുള്ള സ്റ്റെപ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കയറാൻ കുറച്ച് എന്താ പറയുക, കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അല്ലാത്ത ആൾക്കാർക്കും കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ നിന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ നേരെ കയറി പോയത്. അപ്പോൾ കയറി പോകുന്ന പടിയുടെ ഭാഗത്തൊക്കെ രണ്ട് സൈഡിലും കാടൊക്കെ ആയ കാരണം നിറച്ച് കുരങ്ങന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കയ്യിൽ ഫോണോ അങ്ങനത്തെ ഫോണോ പിന്നെ അല്ലാത്ത വേറെ എന്തെങ്കിലും കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ അധികമൊന്നും പുറത്ത് എടുത്തില്ല. പിന്നെ കുറച്ച് സേഫ്റ്റിയുടെ റീസൺസൊക്കെ കാരണം ഫോൺ ഞാനങ്ങനെ പുറത്തെടുത്തില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് മേലെ പോയി കുറച്ച് ഒന്ന് റെസ്റ്റിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്തത്. അപ്പോൾ അങ്ങനെ മെല്ലെ റെസ്റ്റ് എടുത്ത സ്റ്റെപ്പെല്ലാം ഞങ്ങൾ കയറി വന്ന് ഇവിടെ മുകളിൽ എത്തി. അപ്പോൾ ഈ ഒരു ബാട്ടു കേവ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് ഉണ്ടായത് ലൈം സ്റ്റോണിലാണ്. പിന്നെ കുറേ വർഷങ്ങളൊക്കെ ഇങ്ങനെ കഴിയുമ്പോൾ ഈ ലൈം സ്റ്റോണിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മെല്ലെ അത് ഡിസോൾവ് ആയി പോകും. അങ്ങനെ ഈ ബാട്ടു കേവ്സും കുറച്ചായിട്ട് ഇങ്ങനെ ഡിസോൾവ് ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മുകളിൽ വന്ന് ഞങ്ങൾ ചെറിയൊരു പൂജയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂജയൊക്കെ ചെയ്ത് അവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്ന് ഫോട്ടോ എല്ലാം എടുത്തു. രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി. എന്നിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ എല്ലാ ദിവസവും ഇതേപോലത്തെ ഒരു തിരക്കൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ പ്രത്യേകിച്ച് ഈ തൈപ്പൂയ സമയത്തൊക്കെ പറയേ വേണ്ട, ആ ഭാഗത്തേക്ക് അടുക്കാനേ പറ്റില്ല, അത്രത്തോളം തിരക്കുണ്ടാവും. ടൂറിസ്റ്റുകളുടെ തിരക്കുണ്ടാവും. പിന്നെ ഇവിടെയുള്ള മലേഷ്യയിലെ ആൾക്കാരുടെ തിരക്ക് അത് വേറെ ഉണ്ടാവും. അങ്ങനെ ഇവിടെ മുകളിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് മെല്ലെ വീട്ടിൽ പുറപ്പെടാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ മെല്ലെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ് ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. മുട്ടൊക്കെ ഇടിച്ച് ഭയങ്കര കാല് വേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെയും താഴെ ഇറങ്ങുമ്പോൾ മെല്ലെ റെസ്റ്റ് എടുത്തിട്ടാണ് ഇറങ്ങിയത്. എന്നിട്ട് അവസാനം അവിടെ നിന്ന് ബാട്ടു കേവ്സിൽ നിന്ന് ഞങ്ങളൊരു ടാക്സി ബുക്ക് ചെയ്തു. ഗ്രാബ് എന്നൊരു ആപ്പ് വഴി ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്തു. ഞങ്ങൾ ബുക്ക് ചെയ്ത ടാക്സിയുടെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വയസ്സായി ഒരു അപ്പൂപ്പനായിരുന്നു. അപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പിയായി. ഞങ്ങൾ ടൂറിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര നന്നായി വർത്താനമൊക്കെ പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് വർത്താനം പറഞ്ഞു വരികയായിരുന്നു.
Melayu. Malay, good. Melayu, Malaysia, Melayu. Malay. 2, 4. Okay. Mashallah. Main road yang round highway begini. Ya shortcut. Yeah. Oh, okay. Okay. Semua ngam-ngam. Ya. Semua. Okay, yeah. Inside, yeah. We'll go inside, no problem. You are experienced man. You are experienced Yes. in all the routes. Where? Your house? Yeah. Yeah, house. Yeah, inside. Yeah. Security. ഒരു ഷോർട്ട് കട്ട് വഴി ഞങ്ങൾ വീട്ടിൽ okay. എത്തിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ കുറച്ച് ചെറുതായിട്ടൊന്ന് മഴയും പെയ്തു ഞങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്കും. പിന്നെ വീട്ടിലെത്തി ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷായി. ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് ഗെൻറ്റിങ് ഹൈലാൻഡ്സിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ സ്റ്റോപ്പ് ചെയ്ത് ചെറുതായിട്ട് ഒരു ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ അവിടുത്തെ സ്വീറ്റ്സും ഇതെല്ലാം ട്രൈ ചെയ്തു. മലേഷ്യൻ ചായ, അതിൻ്റെ പേര് തേ താരീഖ് എന്നാണ്. അപ്പോൾ മലേഷ്യൻ ചായയും ട്രൈ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു ബൂസ്റ്റിൻ്റെയൊക്കെ ടേസ്റ്റുള്ള ഒരു ചായ. പിന്നെ മലേഷ്യയിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഇതിൻ്റെ പേരാണ് റൊട്ടി ചനായി. റൊട്ടിയും അതായത് പൊറോട്ടയും ചിക്കൻ കറിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടുത്തെ മെയിനായിട്ട് ആൾക്കാരൊക്കെ ദിവസം രാവിലെ കഴിക്കുന്നത് ഇതാണ്. അങ്ങനെ നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി. പിന്നെ നേരെ ഞങ്ങൾ വണ്ടി വിട്ടു ഗെൻറ്റിങ് ഹൈലാൻഡിലേക്ക്. അപ്പോൾ അവിടെ അതൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ രണ്ടും ഉണ്ട് ഗെൻറ്റിങ് ഹൈലാൻഡ്സിൽ. അപ്പോൾ അവിടെ ഗെൻറ്റിങ് ഹൈലാൻഡ്സ് അമ്യൂസ്മെൻറ്റ് പാർക്ക് ഒരു 2 മണിയാകുമ്പോഴേ തുറക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ നേരത്തെ തിരക്ക് പിടിച്ച് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മെല്ലെ റെഡിയായി ഞങ്ങൾ ബാട്ടു കേവ്സൊക്കെ പോയി വന്ന് അതിന് ശേഷം ഗെൻറ്റിങ് ഹൈലാൻഡ്സിലേക്ക് പോകുന്ന വഴിയാണത്. അങ്ങനെ ഗെൻറ്റിങ് ഹൈലാൻഡ്സ് എത്തി. അവിടുത്തെ ഒരു പ്രീമിയം ഔട്ട്ലെറ്റ് മോളിൽ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു കേബിൾ കാർ എടുത്തു. അപ്പോൾ കേബിൾ കാർ വഴി നമുക്ക് നേരെ ഗെൻറ്റിങ് ഹൈലാൻഡ്സ്, അതായത് അവരുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോകാൻ പറ്റും. ഇതിപ്പോൾ ഈ കേബിൾ കാറിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് നേരെ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് അവിടേക്ക് പോയാലും നമുക്ക് അവിടെ പാർക്കിങ്ങിന് ധാരാളം സ്ഥലം കിട്ടും. അപ്പോൾ ഇത് കേബിൾ കാറിൽ ഇത് പോകുന്ന വഴിയാണത്. ഒരു 10-15 മിനിറ്റ്സിൻ്റെ ഒരു ദൂരം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം കുറച്ച് അധികം തന്നെ ഉണ്ടെങ്കിൽ 1 നൈറ്റ് അവിടെ ഗെൻറ്റിങ് ഹൈലാൻഡ്സിൽ സ്പെൻഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അവിടെ 2 മണിക്ക് ഓപ്പൺ ചെയ്യുള്ളൂ. പിന്നെ രാവിലെ വരെ പാർക്ക് ഓപ്പൺ ആണ്. അപ്പോൾ അവിടെ തന്നെ ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് അവിടെ 1 നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യുന്നതാണ് കുറച്ചും കൂടിയും ഒരു നല്ലൊരു ഓപ്ഷൻ. ഞങ്ങൾക്ക് സമയം കുറച്ച് കുറവായത് കാരണം ഞങ്ങൾ ആ ഒരു ഓപ്ഷൻ ഞങ്ങൾ ചൂസ് ചെയ്തില്ല. പിന്നെ ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാനുള്ള പ്ലാന് ഉണ്ടെങ്കിൽ സ്വെറ്ററോ ഷോളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നന്നായിരിക്കും. കാരണം ഇവിടെ നല്ല തണുപ്പാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ മഴയും തണുപ്പും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ സ്കൈട്രോ പോളിസ്, അതാണ് അതിൻ്റെ ഇൻഡോർ തീം പാർക്കിൻ്റെ പേര്, അവിടെ എത്തി. ഞങ്ങൾ 2 മണിക്ക് മുന്നേ തന്നെ എത്തി. അപ്പോൾ അവിടെ തീം പാർക്ക് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും അതുവരെ ഒരു കുറച്ച് നേരം ഒരു ഹാഫ് ആൻ അവർ ഒന്ന് ഇതിൻ്റെ ഉള്ളിലൊന്ന് കറങ്ങി വരുമ്പോഴേക്കും തീം പാർക്ക് ഓപ്പൺ ആവും. അപ്പോൾ അതുവരെ ഞങ്ങൾ ഉള്ളിലൊക്കെ ഒന്ന് നടന്നപ്പോൾ അതിൻ്റെ ഉള്ളിലും തീം പാർക്കിൻ്റെ ആ ഒരു ഏരിയയുടെ ഉള്ളിലും അതിൻ്റെ പേരാണ് സ്കൈ അവന്യൂ. അപ്പോൾ ഇതും ഒരു ചെറിയൊരു ഷോപ്പിംഗ് മോളാണ്. അപ്പോൾ സ്കൈ അവന്യൂവിലും ഞങ്ങളൊന്ന് കറങ്ങി നടന്നു. അപ്പോൾ ധാരാളം കടകളും ബ്രാൻഡഡ് ഷോപ്സും എല്ലാം തന്നെ അവിടെയും ഉണ്ട്. ധാരാളം റെസ്റ്റോറൻറ്റ്സും ഉണ്ട്.
അവിടെയൊക്കെ ഇതുപോലെ തായ് റെസ്റ്റോറൻറ്റ്, പിന്നെ ചൈനീസ്, ജാപ്പനീസ്, കൊറിയൻ, അങ്ങനെ ധാരാളം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ എല്ലാം ഒന്ന് നടന്ന് കണ്ടു. ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ സ്ഥലങ്ങളുടെയും ഓരോരോ റെസ്റ്റോറൻറ്റ്സ് ഈ ഒരു തീം പാർക്കിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒന്ന് അരമണിക്കൂർ നടന്നപ്പോഴേക്കും 2 മണിയായി. അപ്പം ഞങ്ങൾ നേരെ വന്ന് ഞങ്ങൾ ഓൺലൈനിൽ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ച് ഞങ്ങൾ റൈഡ്സിനുള്ള ടിക്കറ്റ്സ് എല്ലാം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ എടുത്ത്. ഞാൻ റൈഡ്സിലൊന്നും പോയില്ല. അപ്പോൾ കുട്ടികളെല്ലാവരും കുറേ റൈഡ്സിന് പോയി. എനിക്കിതിലൊന്നും കയറാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം മാത്രം ഞാൻ പരീക്ഷിച്ചില്ല. സാനുമോൾക്കും ഭയങ്കര ഹാപ്പിയായി. സാനുമോളൊക്കെ ഓരോരോ റൈഡിൽ എത്ര പ്രാവശ്യം പോയെന്ന് ചോദിച്ചാൽ കണക്കുണ്ടാവില്ല. കാരണം അത്രയും തവണ പോയിട്ട് ഇങ്ങനെ വന്ന് സാനുമോളും നന്നായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു തീം പാർക്ക്. പിന്നെ ഇതിന് തന്നെ ഔട്ട്ഡോറിലും കുറച്ച് റൈഡ്സ് ഉണ്ട്. പക്ഷേ ഒരു ഔട്ട്ഡോറിൽ ഒരു 4-5 റൈഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾ ഔട്ട്ഡോറൊന്നും പോയില്ല. അതിന് അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും വരുമ്പോൾ ഔട്ട്ഡോർ റൈഡ്സും പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ആദ്യത്തെ തവണ ഞങ്ങൾ ഇൻഡോറിൽ മാത്രം റൈഡ്സിൽ ഇവരെല്ലാവരും പോയത്. അങ്ങനെ കുറേ റൈഡ്സിന് ഒരു 4-5 പ്രാവശ്യം പോയി വന്നു കഴിഞ്ഞാൽ വിശക്കും. അങ്ങനെ വന്ന് കുറച്ച് ഭക്ഷണം എന്തെങ്കിലും അവിടെ തന്നെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഞാൻ പറഞ്ഞുള്ളൂ, ചെറിയ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് പിന്നെയും പോവും. അങ്ങനെ പോയിട്ട് ഞങ്ങളൊരു 5:30 വരെ 5:30 വരെ അവിടെ പാർക്കിൽ ഇൻഡോർ തീം പാർക്കിൽ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു. കാരണം അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് വരണം. കാരണം പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പം നേരത്തെ ഞങ്ങൾക്ക് എയർപോർട്ടിൽ പോവും വേണം. അപ്പോൾ ഒരു 5:30 ആകുമ്പോൾ ഞങ്ങൾ വന്നതുപോലെ തന്നെ അതേ ഒരു കേബിൾ കാർ എടുത്ത് ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ 5:30 മണി ആയപ്പോൾ തന്നെ ആകെ മൊത്തം മഞ്ഞ് മൂടി, നല്ല തണുപ്പ്, നല്ല കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അപ്പുറത്തെ വരുന്ന കേബിൾ കാർ ഇതൊന്നും തീരെ അങ്ങനെ കാണാൻ പറ്റിയിരുന്നില്ല. ഭയങ്കര മഞ്ഞും ഇതൊക്കെ ആയിരുന്നു.
അങ്ങനെ അവിടുന്ന് കേബിൾ കാർ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നു. തിരിച്ച് അതേ ആ ഔട്ട്ലെറ്റ് മാളിൽ ഞങ്ങൾ കാറ് എടുത്ത്. കാരണം ഇപ്പോൾ തന്നെ ഒരു 6-6:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരുന്നു. ഭക്ഷണം ഇടയിൽ കഴിച്ചെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്ന് കാറൊക്കെ എടുത്ത് ഇവിടെ ഔട്ട്ലെറ്റ് മാളിൽ തന്നെ ചെറുതായിട്ട് ഷോപ്പിംഗ് ഒരു കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ കുറച്ച് ചോക്ലേറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ നേരെ വന്നു. ഇവിടെ ഗെൻറ്റിങ് ഹൈലൻഡ്സിൽ തന്നെ താഴെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ നേരെ വീട്ടിലെത്തി. കാരണം ചെറുതായിട്ട് പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് എയർപോർട്ടിലേക്കും പോകേണ്ടതാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഞങ്ങളുടെ സിംഗപ്പൂർ മലേഷ്യ ട്രിപ്പിൻ്റെ വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ഒരു വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.